സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിൽ പുലർത്തുകയും മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കുവാനുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കർണാടകയിലെ ഷിരൂർ എന്ന പ്രദേശത്തും നടന്ന 3 വ്യത്യസ്തമായ സംഭവങ്ങൾ വിശ്വാസികളെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. 12ാം ലോകാതിശയമെന്ന് പത്രങ്ങൾ വിശേഷിപ്പിച്ച 97% മരണം ഉറപ്പെന്ന് ശാസ്ത്രലോകം വിധിയെഴുതിയ, മരണസാധ്യത ഏറെയുണ്ട് എന്ന് ബിഷഗ്വരന്മാരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞ അമീബിക് മെനിഞ്ചോ എന്നുള്ള ലോകത്ത് 400 ആൾക്കാരിൽ ആ മെനിഞ്ചിസ്റ്റ് ആ അസുഖം വന്നു. അതിൽ 11 ആൾക്കാർ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് ബിഷഗ്വരന്മാർ രേഖപ്പെടുത്തുകയാണ്. ആ മസ്തിഷ്ക ജ്വരത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ് കോഴിക്കോട് പയ്യോളി സ്വദേശിയായ അഫ്നാൻ ജാസിം എന്ന 14-കാരൻ. വളരെ സന്തോഷത്തോടുകൂടി മാതാപിതാക്കളോടൊപ്പം ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകുന്ന ചിത്രം നാം മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. മറ്റൊരു സംഭവം നടന്നത് മലപ്പുറത്താണ്. 14 വയസ്സുകാരൻ തന്നെയാണ്. ലോകം ഭയക്കുന്ന മാരകവ്യാധിയായ നിപ്പ ബാധിച്ച് ആ പൊന്നുമോൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. അഷ്മിൽ ഡാനിഷ് എന്നായിരുന്നു ആ മോൻ്റെ പേര്. പിന്നെ ഒരു സംഭവം, മലയാളിയായ അർജുൻ എന്നുള്ള ഒരു ഡ്രൈവർ കർണാടകയിലെ ഷിരൂർ പ്രദേശത്ത് മണ്ണിടിച്ചിൽ മൂലം 12 ദിവസത്തിലധികമായി മണ്ണിനടിയിൽ, എവിടെയാണെന്ന് പോലും തിരിച്ചറിയാത്ത വിധം ആധുനിക സംവിധാനങ്ങളോടുകൂടി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ നിസ്സഹായതയെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം മനുഷ്യൻ്റെ നിസ്സഹായതയാണ് വെളിപ്പെടുന്നത്. ലോകത്തെ എന്തെല്ലാം കീഴ്പ്പെടുത്തി മുന്നോട്ട് പോയാലും മനുഷ്യൻ്റേതായിട്ടുള്ള നിസ്സഹായത നെടിലിച്ചു നിൽക്കുന്ന ചില രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങൾ സാക്ഷ്യം വഹിച്ചത്. പ്രളയത്തിൻ്റെ കെടുതി മറ്റൊരു ഭാഗത്താണ്. ആകാശലോകത്ത് വെള്ളമുണ്ട്. അത് തുടർച്ചയായി 3-4 ദിവസങ്ങൾ വിണ്ണിലേക്ക് വന്നാലുള്ള ആ ഒരു ദയനീയാവസ്ഥയുടെ കെടുതി നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിനെ പിടിച്ചു നിർത്തുന്ന, ആ വെള്ളത്തെ നിയന്ത്രിക്കുന്ന പടച്ചതമ്പുരാന്റെ കനിവും കരുണയുമാണ് ലോകം ദർശിക്കുന്നത്. കുടുംബത്തോടൊപ്പം വെള്ളച്ചാട്ടത്തിൽ ഉല്ലസിച്ചുകൊണ്ട് സമയങ്ങൾ നീക്കുവാനായിട്ട് കുടുംബത്തോടൊപ്പം പോയ ആ സഹോദരങ്ങൾ വെള്ളത്തോടൊപ്പം തന്നെ ഒലിച്ചുപോയ രംഗങ്ങൾക്കും നാം കഴിഞ്ഞ ആഴ്ചകളിൽ സാക്ഷ്യം വഹിച്ചതാണ്. എത്ര ആധുനിക സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ള അവകാശപ്പെടൽ മനുഷ്യൻ്റെ ഖ്യാതിയാണ്. എന്നാൽ തന്നെയും പല സ്ഥലങ്ങളിലും മനുഷ്യൻ്റെ നിസ്സഹായത ബോധ്യപ്പെടുത്തുന്ന രംഗങ്ങൾക്കും ലോകം സാക്ഷിയാവുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 15-ാമത്തെ ആയത്ത് കൃത്യമായി അള്ളാഹുവിൻ്റെ കലാമിൽ കൂടി വിശ്വാസികൾ പാഠമാകേണ്ടത്. അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്.
മതമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള മനുഷ്യർ ഒന്നടങ്കം എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അള്ളാഹു ആകട്ടെ ധന്യനാണ്, സ്തുത്യർഹനാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഈ കൃത്യമായിട്ടുള്ള വചനം വിശ്വാസികളെ, മനുഷ്യരെ ഒന്നടങ്കം ചിന്തിപ്പിക്കുന്നതാണ്. മനുഷ്യൻ ദുർബലനാണ്. ഈ ആയത്ത് പറയുന്നതിന് തൊട്ടു മുമ്പായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തെ ഭൂരിപക്ഷം മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യർത്ഥമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിങ്കലേക്ക് ആശ്രയിക്കപ്പെടേണ്ടവരാണ് എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്ത് മറ്റുള്ളവർക്ക് നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അഭിലാഷങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ വേണ്ടി അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നുവല്ലോ. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥിക്കപ്പെടുന്നവർ കേൾക്കുകയില്ല. ഇനി അഥവാ കേട്ടാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല. മാത്രവുമല്ല, നാളെ പരലോകത്ത് നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചിരുന്നത്, ഇബാദത്താകുന്ന ദുആ ആർക്കാണോ സമർപ്പിച്ചിരുന്നത്, അവർ ഒന്നടങ്കം നിങ്ങളോട് നിഷേധിക്കുന്നതാണ്. ഈ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. തൊട്ട് ശേഷമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്ത് മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നത്, മനുഷ്യരെ, നിങ്ങളെല്ലാവരും നിസ്സഹായരാണ്. അള്ളാഹുവിങ്കലേക്ക് സമർപ്പിക്കേണ്ടവരാണ് നിങ്ങൾ. അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കേണ്ടവരാണ് നിങ്ങൾ. അള്ളാഹു മാത്രമാണ് ഗനിയ്യും ഹമീദും എന്ന് കൃത്യമായി റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കപ്പെടുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാകട്ടെ അവർ ദുർബലരാണ്. പ്രാർത്ഥിക്കപ്പെടുന്നവരും ദുർബലർ, പ്രാർത്ഥിക്കുന്നവരും ദുർബലർ എന്ന് സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ബലഹീനമായ അവസ്ഥയിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകളിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആ ആയത്തിന്റെ പിൻബലത്തോടുകൂടി ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയത്ത് അറിഞ്ഞാലും ഇല്ലെങ്കിലും മനുഷ്യന്റെ നിസ്സഹായതയും മനുഷ്യന്റെ ദൗർബല്യവും നിഴലിച്ചു നിൽക്കുന്ന ചില ചരിത്രങ്ങളാണ്, ചില ചിത്രങ്ങളാണ് നാം ഇതിന്റെ ആമുഖത്തിൽ വിശ്വാസികളെ നാം മനസ്സിലാക്കിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തു നിസായിലെ 28-ാമത്തെ ആയത്തിൽ പറയുകയാണ്, വഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യ, നിന്നെ ദുർബലനായി കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ. ബലഹീനമായ അവസ്ഥയിലാണ് അല്ലാഹു തആല മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വത്തിൻ. ആ ബലഹീനതയ്ക്ക് ശേഷം നിങ്ങൾക്ക് റബ്ബുൽ ഇസ്സത്ത് ഖുവ്വത്ത് തന്നു, ശക്തി തന്നു. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദഅഫൻ വശൈബതൻ. ആ ഖുവ്വത്തിന് ശേഷം, ആ ആരോഗ്യത്തിന് ശേഷം നിങ്ങൾക്ക് ബലഹീനതയും നരയും ബാധിച്ചു. അത് അള്ളാഹുവിന്റെ ഒരു പ്രക്രിയയാണ്, അള്ളാഹുവിന്റെ ഒരു തർത്തീബാണെന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അള്ളാഹു ശേഷം പറയുകയാണ്, യഖ്ലുഖു മാ യശാഉ വഹുവൽ അലീമുൽ ഖദീർ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കുകയാണ്. അവനാണ് എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനും എന്ന് അള്ളാഹുവിന്റെ ഖദീറിനെ കുറിച്ച്, അവന്റെ കഴിവിനെ കുറിച്ച് റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ആയത്താണ് വിശ്വാസികളെ, മനുഷ്യരെ ചിന്തിക്കുവാൻ വേണ്ടി പറയുന്ന അള്ളാഹുവിന്റെ കലാം. സൂറത്തുൽ ഖസസിലെ 71 മുതലുള്ള ആയത്തുകൾ മനുഷ്യൻ എത്ര തന്നെ IT മേഖലകളിലാകട്ടെ അല്ലാത്ത ഏത് മേഖലകളിലും ഉന്നതമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും മനുഷ്യന്റെ നിസ്സഹായതയും മനുഷ്യന്റെ ദൗർബല്യവും ഈ ആയത്തിൽ കൂടെ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. മനുഷ്യ, നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. മനുഷ്യ, നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നെങ്കിലും ഖിയാമത്ത് നാൾ വരെ രാത്രിയെയാണ് നാം ശാശ്വതമാക്കിയിരുന്നുവെങ്കിൽ മനുഷ്യ, നിന്റെ എല്ലാം അവസ്ഥ എന്തായിരിക്കും? പകലില്ലാത്ത ഒരവസ്ഥ, രാത്രി മാത്രമാണ് നാം ഈ ഭൂമി ലോകത്ത് നിശ്ചയിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ, നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാഇൻ. ആരാണ് നിങ്ങൾക്ക് വെളിച്ചം നൽകിയത്?
പകൽ ഉണ്ടാകുവാൻ, രാത്രിക്ക് ശേഷം ഒരു പകലാകുവാനുള്ള സംവിധാനം ആരാണ്? നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഇലാഹുകൾ അവരാണോ ഇത് സംവിധാനിച്ചത് എന്ന് റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു. അഫലാ തസ്മഊൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് കേൾക്കാത്തത്? നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാത്തത് എന്താണ് മനുഷ്യരെ? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അൻ-നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. വീണ്ടും ചോദിക്കുകയാണ് റബ്ബുൽ ഇസ്സത്ത്, മനുഷ്യ നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പകലിനെയാണ് ശാശ്വതമാക്കിയ ഒരു അവസ്ഥ ഈ ഭൂമുഖത്ത് നാം സംവിധാനിച്ചിരുന്നുവെങ്കിൽ, രാത്രിയില്ലാത്ത പകൽ മാത്രം ഈ ഭൂമിയിൽ നാം സംവിധാനിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. ആരാണ് നിങ്ങൾക്ക് വിശ്രമിക്കുവാൻ ഈ രാത്രിയെ കൊണ്ടുവന്നത്? വെറും പകലായിട്ടായിരുന്നുവെങ്കിൽ ഈ ഭൂമിയെ നാം സംവിധാനിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ ക്രമീകരണത്തിന്റെ താളം തെറ്റുമായിരുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. നിങ്ങൾക്ക് പകലിൽ ജോലി ചെയ്യുവാനും നിങ്ങൾ പകല് അനുഗ്രഹം തേടുവാനുമാണ് രാത്രിക്ക് ശേഷം ഒരു പകലിനെ നാം സംവിധാനിച്ചിരിക്കുന്നത്. വലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയോടുകൂടി റബ്ബിനെ ഓർക്കുന്നില്ലേ എന്ന് റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഒരു റഹ്മത്താണ് പകലിന് ശേഷം ഒരു രാത്രിയും രാത്രിക്ക് ശേഷം ഒരു പകലും സന്തുലിതാവസ്ഥയിൽ കൂടി ഈ ഭൂമിയെ സംവിധാനിച്ചത് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമാണ്. വമിർ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലക്കും തഷ്കുറൂൻ. അല്ലാഹുവിന്റെ മഹത്തായ ഈ അനുഗ്രഹത്തെ നിഷേധിക്കുന്നവർ ആരാണ് കൂട്ടരെ എന്ന് റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കാത്ത, അല്ലാഹുവിന്റെ കലാമായ ഖുർആനിനെ വിശ്വസിക്കാത്ത മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും ഈ റഹ്മത്തിനെ എല്ലാം അംഗീകരിച്ചിരുന്നു എന്ന് കൃത്യമായി മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ കാറ്റും ഈ മഴയും ഈ ആകാശവും ഈ ഭൂമിയും രാവും പകലും എല്ലാറ്റിനെയും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ റഹ്മത്തിനെയും മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു എന്ന് കൃത്യമായി മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അബീ ജഹൽ പോലെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു, അവർ അംഗീകരിച്ചിരുന്നു. ദുനിയാവിലുള്ള നന്മയെ, ആഖിറത്തിലുള്ള നന്മയെ, ഈ ഖൈറായ കാര്യങ്ങളെല്ലാറ്റിനെയും മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഇന്നമാ തഹസുലു മിൻ റഹ്മത്തില്ലാഹി വഇഹ്സാനിഹി, അല്ലാഹുവിന്റെ കാരുണ്യമാണിത്, അല്ലാഹുവിന്റെ നന്മയാണിത്, അല്ലാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളും ഇനി പരലോകത്ത് നന്മ അംഗീകരിക്കുവാൻ വേണ്ടി, അനുഭവിക്കുവാൻ വേണ്ടി പോകുന്ന ആ നന്മയെയും മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു എന്ന് അല്ലാഹുവിന്റെ കലാമിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, ആ മനുഷ്യന്റെ ദൗർബല്യമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ് സൂറത്ത് യാസീനിൽ കൂടി അതിന്റെ 67-ാമത്തെ ആയത്തിൽ, നിസ്സഹായനായ മനുഷ്യ, ദൗർബല്യവാനായ മനുഷ്യ, വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, റബ്ബ് തആല പറയുകയാണ്, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വച്ചു തന്നെ രൂപമാറ്റം സാധ്യമാകുമായിരുന്നു, രൂപമാറ്റം വരുത്തുമായിരുന്നു. നിങ്ങൾ നിന്ന സ്ഥലത്ത് തന്നെ അത് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അല്ലാഹു നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് അവിടെ നിൽക്കണമെന്ന് ഒരു രൂപമാറ്റം പോലും സാധ്യമല്ലാത്ത രീതിയിൽ റബ്ബ് തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ നടക്കുന്ന ആ അടിയുണ്ടല്ലോ, ഒരടി പോലും മുന്നോട്ട് വയ്ക്കാത്ത രീതിയിൽ, വലാ യർജിഊൻ, തിരിച്ചു പോകാനും സാധ്യമാകാത്ത രീതിയിൽ
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ചെയ്യുമായിരുന്നു എന്ന് റഹ്മാനായ റബ്ബ് മനുഷ്യന്റെ ദൗർബല്യത്തെ വിളിച്ചറിയിക്കുന്ന, മനുഷ്യന്റെ നിസ്സഹായതയെ വിളിച്ചറിയിക്കുന്ന ആയത്താണ് വിശ്വാസികളെ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരടി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. മനുഷ്യർ എന്തെല്ലാം ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, 2003 ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ 40 വയസ്സിലാണ് കൽപ്പന ചൗള കൊളംബിയ ബഹിരാകാശ പേടകത്തിൽ വെച്ചുകൊണ്ട്, ആകാശത്ത് വെച്ചുകൊണ്ട് ആ കൽപ്പന ചൗള ഈ ലോകവുമായിട്ട് ബന്ധം മുറിയുകയും അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു, എന്തെല്ലാം മോഹങ്ങളായിരുന്നു. ദുനിയാവിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അനുഭവങ്ങളെല്ലാം പത്രക്കാരോട് വിവരിക്കുവാനുള്ള എന്തെല്ലാം വ്യഗ്രതകളായിരുന്നു ആ കൽപ്പന ചൗളക്കുണ്ടായിരുന്നത്. തിരിച്ചു വരാൻ സാധ്യമാകാത്ത രീതിയിൽ റബ്ബ് തആല ഉദ്ദേശിച്ചു. അതുപോലെ എത്ര സംഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജിംനേഷ്യത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യത്തോടുകൂടി, മസിൽ പവറോടുകൂടി ജിംനേഷ്യത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം മൂന്നാമതൊന്ന് എണീറ്റ് നിൽക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ട് റബ്ബ് തആല അവിടെ വച്ചുകൊണ്ട് തന്നെ തിരിച്ചൊരു മടങ്ങ് വരില്ലാത്ത രീതിയിൽ അല്ലാഹു അവസാനിപ്പിക്കുന്ന എത്രയോ മനുഷ്യ ജീവന്റെ ചിത്രങ്ങൾ, നിസ്സഹായതകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. ജൂൺ 5 ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടു പോയി സുനിത വില്യംസ്. ഇന്നും തിരക്കിലാണ്. എവിടെയാണ്, എപ്പോഴാ തിരിച്ചു വരിക? പല ന്യായീകരണങ്ങളും നാസ പറയുന്നുവെങ്കിലും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഭൂമിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുവോ അറിയില്ല. എന്തൊക്കെയായിരുന്നു മോഹങ്ങൾ? ദുനിയാവിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് എന്തെല്ലാം വിവരണങ്ങളായിരുന്നു അവരുടെ മനോമുഖരങ്ങളിൽ ഉണ്ടായിരുന്നത്. അതാണ് റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ഫമസ്തതഉ മുളിയ വലാ യർജിഊൻ. ഒരടി മുന്നോട്ട് വയ്ക്കാത്ത രീതിയിൽ, അല്ലാഹു തിരിച്ചു വരാത്ത രീതിയിൽ അല്ലാഹു ആക്കിക്കളയുമെന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. 912 സംഭവിച്ച ടൈറ്റാനിക് ദുരന്തത്തിന്റെ ആ ഒരു നിസ്സഹായത മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ. 2223 ആൾക്കാരുമായിട്ട് സഞ്ചരിച്ച ആ കപ്പലിൽ 1517 പേർ, ഇന്നും പല മൃതദേഹങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. 30 സെക്കൻഡ് ആ ഒരു ആശയവിനിമയം നടത്തുന്നതിൽ താമസം നേരിട്ടതിന്റെ കാരണമാണ് ഇന്നും ആ മഹാദുരന്തത്തെ കുറിച്ച് മഞ്ഞുമലയിൽ ഇടിച്ച് ആ ദുരന്തം ഇന്നും ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള പാഠമാണ് സഹോദരങ്ങളെ. അതാണ് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, വഖുലിഖൽ ഇൻസാനു ലഈഫാ. മനുഷ്യ, നീ എത്ര തന്നെ ഉന്നതനായി എന്തെല്ലാം നീ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും നീ നിസ്സഹായനാണ്, നീ ദുർബലനാണ്. അങ്ങനെയാണ് റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ പടച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യ, അംദിൽ ഇൻസാനി മാ തമന്നാ. മോഹിച്ചതെല്ലാം നേടുമോ മനുഷ്യ? നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് ലഭിക്കുമോ? അല്ലാഹുവിന്റെ ഒരു ചോദ്യമാണ്. സൂറത്തുൻ നജ്മിലെ 24-ാമത്തെ ആയത്താണ്, അംലിൽ ഇൻസാനി മാ തമന്നാ. മനുഷ്യ, നീ മോഹിക്കുകയാണ് പലതിനെയും, നേടുമോ നീ അതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുവാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? ലൈസ ബി അമാനിയിക്കും വലാ അമാനിയ അഹ്ലുൽ കിതാബ്. നിങ്ങളുടെ മോഹങ്ങൾ നടക്കുകയില്ല, അഹ്ലു കിതാബുകാരുടെ മോഹങ്ങളും നടക്കുകയില്ല. റബ്ബിന്റെ മോഹമാണ്, റബ്ബിന്റെ ഇച്ഛയാണ് നടക്കുക എന്ന് റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ദുർബലനാണ് മനുഷ്യൻ. എവിടെ പോയി ഭാവി പ്രവചനക്കാർ? ഇന്നെവിടെ പോയി? അദൃശ്യമറിയുന്ന ആൾ ദൈവങ്ങളുടെ കൂമ്പാരമാണ് നമ്മുടെ കൊച്ചു കേരളം. എവിടെ പോയി? 12 ദിവസത്തിലധികം മണ്ണിനടിയിൽ നിസ്സഹായനായി കഴിയുന്ന കുടുംബം, നെഞ്ചിടിപ്പോടുകൂടി കേരളീയർ പ്രാർത്ഥനയോടുകൂടി കഴിയുന്ന അർജുൻ എന്ന സഹോദരന്റെ ആ ശരീരം പോലും തിരിച്ചു കിട്ടാത്ത വിധം മനുഷ്യ നിസ്സഹായനാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നാം ഇന്ന് മാധ്യമങ്ങളിൽ കൂടി
കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ പോയി? ഭാവി പറയുന്ന ആൾ ദൈവങ്ങൾ എവിടെ പോയി? അദൃശ്യം പറയുന്ന സ്വന്തം തലയുടെ മുടി എത്രയാണെന്ന് പോലും പ്രവചിക്കുവാൻ സാധിക്കാത്ത, എണ്ണി ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കാത്ത ഈ ആൾ ദൈവങ്ങൾക്ക് പിന്നാലെ വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന, എല്ലാം നേടിയെന്ന് പറയുന്ന, ഉന്നത ബിരുദങ്ങൾ നേടിയെന്ന് പറയുന്നവർ പോലും അവരുടെ മുന്നിൽ ശിരസ്സു കുനിച്ചുകൊണ്ട് താണ് കേണ് അവരോട് പ്രാർത്ഥിക്കുന്ന ദയനീയമായ രംഗം ഇപ്പോഴാണ് ലോകം ചോദിക്കുന്നത്. അറിയിക്കുവാൻ സാധ്യമാണോ നിങ്ങൾക്ക്? അദൃശ്യമറിയുന്നവരെ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ എന്ന് ഓവറായിട്ടുള്ള ഒരുപാട് മാലകളിൽ കൂടി വലിജികൾ എന്നുള്ള പേരിൽ, അദൃശ്യമറിയുന്നവരെന്നുള്ള പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് സമ്പത്ത് ജനങ്ങളിൽ നിന്നും കൊള്ളയടിക്കുന്ന എല്ലാ മതങ്ങളിലുമുണ്ട് ഇത്തരം ആൾക്കാർ. എല്ലാ മതങ്ങളിലുമുണ്ട്. മതഭേദമന്യേ, ജാതി ഭേദമന്യേ എല്ലാവരും തടിച്ചു കൊടുക്കുന്ന ഒരു മേഖലയാണ് ഈ സാമ്രാജ്യം. ഈ മതമേലധ്യക്ഷന്മാർ, ഈ പുരോഹിതന്മാർക്ക് എന്തെങ്കിലും അദൃശ്യത്തിന്റെ ഒരു അറിവ് അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ആധുനിക സംവിധാനത്തിന്റെ പിന്നിൽ എത്ര ദിവസമായി ഈ കേരളക്കര, കർണാടക ആകാംക്ഷയോടുകൂടി, നെടുവേർപ്പോടുകൂടി ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണിലടികളകപ്പെട്ട ആ അർജുനെ അദൃശ്യമറിയുന്നവർക്കൊന്ന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? മാറാ രോഗങ്ങൾ മാറ്റുവാൻ കഴിവുള്ള മന്ത്രിച്ചൂതിയ വെള്ളം കൊടുത്തുകൊണ്ട് ഇതെല്ലാം ഈ അസുഖത്തിനുള്ള, മാറാ രോഗങ്ങൾക്കുള്ള ഒരു ശിഫയാണ് എന്നും പറഞ്ഞുകൊണ്ട് അല്പം വെള്ളത്തിലൂതിക്കൊണ്ട് അതിന് സമാശ്വാസം നൽകുന്ന തങ്ങന്മാർ പോലും ഭയപ്പെടുകയാണ്. നിപ്പയെ പേടിച്ചുകൊണ്ട്, ആ അസുഖത്തെ പേടിച്ചുകൊണ്ട് അവരുടെ വാതിലുകളെല്ലാം അടച്ചു പൂട്ടുകയാണ്. ഇനി ആർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല. എന്തേ? മാറാ രോഗങ്ങൾക്കുള്ള ആശ്രയ കേന്ദ്രമാകുന്ന പല കേന്ദ്രങ്ങളും, പല തങ്കന്മാരുടെ കവാടങ്ങളും അടച്ചിടുകയാണ്. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുവാൻ ഇതിലപ്പുറം വേറെ എന്തുണ്ട് സഹോദരങ്ങളെ? ഇത് പറയുമ്പോഴാണ് ചിലർ പറയുന്നത്, കഅബയിൽ, ഹറമിൽ ക്രൈൻ ദുരന്തമുണ്ടായപ്പോഴേക്കും നൂറുകണക്കിന് ഹാജിമാർ മരിച്ചില്ലേ? എവിടെ പോയി അള്ളാഹുവിന്റെ കഴിവ് എന്ന്? തലപ്പാവ് ധരിച്ച, തൊപ്പി ധരിച്ച, നീണ്ട താടി വളർത്തിയ ഈ പുരോഹിതന്മാർ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയും ഖുവ്വത്തിനെയും കളിയാക്കിക്കൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലും നാം കണ്ടതാണ്. അവർ ചോദിക്കുകയാണ്, തലപ്പാവ് ധരിച്ചവർ ചോദിക്കുന്നു, ഔലിയാക്കന്മാർക്ക് കഴിവില്ല എങ്കിൽ പിന്നെ അള്ളാഹുവിനെവിടെ കഴിവ്? എന്തുകൊണ്ട് ഹറമിന്റെ പരിസരത്ത് ക്രൈൻ തകർന്നുകൊണ്ട് എത്രയോ ഹാജിമാർ മരിച്ചു? അള്ളാഹുവിന് കഴിവില്ല എന്നാണോ എന്ന് ഇവർ ചോദിക്കുകയാണ്. വിശ്വാസികളെ, ഇവിടെയാണ് അള്ളാഹുവിന്റെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം. സൂറത്തുൽ ലുഖ്മാൻ അതിലെ അവസാനത്തെ 34-ാമത്തെ ആയത്തിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. മനുഷ്യ, നാളെ നീ എന്താണോ പ്രവർത്തിക്കുന്നത് എന്ന് നിനക്കറിയില്ല. ആരോടാണ് ഈ പറയുന്നത്? ഖുർആൻ ആദ്യമായി ആരോടാണിത് ഉത്ബോധനം നടത്തുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. പ്രവാചക, താങ്കൾ നാളെ എന്താണോ ചെയ്യുക എന്നുള്ളത് താങ്കൾക്കറിയുകയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ചുകൊണ്ടാണ്, ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് താങ്കൾ മരിക്കുക എന്നുള്ളത് പോലും അറിയില്ല. അത് മനുഷ്യന്റെ നിസ്സഹായതയാണ്, മനുഷ്യന്റെ ദൗർബല്യമാണ് ഇവിടെ കൃത്യമായി റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇവർ പറയുന്ന, അള്ളാഹുവിനെ കളിയാക്കിക്കൊണ്ട് പറയുന്ന മറുപടിക്ക് കൃത്യമായിട്ട് ഇസ്ലാം പറയുന്ന കൃത്യമായ ഒരു മറുപടിയുണ്ട്. വിശ്വാസികളെ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനോമുഖരങ്ങൾ തെളിയട്ടെ. 15-20 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ഏർവാടി എന്ന് പറയുന്ന ദർഗയിൽ ചങ്ങലയിൽ കിടന്നുകൊണ്ട് എത്രയോ പാവപ്പെട്ട നിസ്സഹായരായ മനുഷ്യർ വെന്തുരുകി അവിടെ മരിച്ചു വീണത് നാം പത്രങ്ങളിൽ കണ്ടതാണ്. അപ്പോഴേക്കും ചോദിച്ചു, ആ മറവട്ട് കിടക്കുന്ന
ഏർവാടിയിൽ മറവിട്ട് കിടക്കുന്ന വലിയന്റെ പ്രതീക്ഷയല്ലയോ? അവരുടെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ, അവർ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ അവിടെ നിസ്സഹായരായ ഈ മനുഷ്യരെ ചങ്ങലക്കിട്ടത്. എന്തേ അവരെ ഒന്ന് രക്ഷിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള കൃത്യമായിട്ടുള്ള ചാട്ടൊളിപോലുള്ള ആ ഒരു മറുപടി പലരുടെയും ഹൃദയങ്ങളിലേക്ക് തറച്ചു. അവർക്ക് പിന്നെ പറയുവാനുള്ളത് ഇതായിരുന്നു മറുപടി: എങ്കിൽ നിങ്ങളുടെ അള്ള എവിടെ? നിങ്ങളുടെ അള്ള എവിടെ? അള്ളാഹുവിന് ഖുദ്റത്തില്ലേ? അള്ളാഹുവിന് കഴിവില്ലേ? ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള മറുപടി അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകട്ടെ, ലോകത്ത് കടന്നു വന്ന ഏതെല്ലാം വലിജുകളാകട്ടെ, അവരുടെ മുന്നിൽ തെറ്റായ ഒരു കാര്യം കണ്ടിട്ടും അല്ലെങ്കിൽ മോശമായ അവരെ കൊണ്ട് രക്ഷപ്പെടുത്തുവാൻ സാധ്യമായ ഒരു കാര്യം മുന്നിൽ കണ്ടിട്ടും അവർ ബോധപൂർവം അവരെ രക്ഷപ്പെടുത്തുന്നില്ല എങ്കിൽ അവർ കുറ്റക്കാരാണ്. അവർ കുറ്റക്കാരാണ്. അതല്ലേ കൃത്യമായിട്ടുള്ള ഇസ്ലാമിക മറുപടി? ഇവരുടെയൊക്കെ വിശ്വാസം എന്താണ്? ഖബറിൽ കിടക്കുന്ന മഹാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഖബറിൽ കിടക്കുന്ന മഹദ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ചെയ്തികളെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ അതിനെ അരുതേ എന്ന് പറയുവാൻ, അതിനെ ഒന്ന് തടസ്സം നിൽക്കുവാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. നേരെ മറിച്ച് റഹ്മാനായ റബ്ബിന്റെ ഖുദ്റത്തിനെയോ ചോദ്യം ചെയ്യുവാൻ ആരുണ്ട്? അതാണ് ഇതിന്റെ മറുപടി. റഹ്മാനായ റബ്ബിനെ ചോദ്യം ചെയ്യുവാൻ ആരെ കൊണ്ട് സാധിക്കും? നേരെ മറിച്ച് മനുഷ്യരാണെങ്കിൽ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അവരുടെ കേൾവിയും അവരുടെ കാഴ്ചയും അവരുടെ ചിന്തയും റബ്ബിന്റെ അടുക്കൽ കൃത്യമായിട്ടുള്ള ചോദ്യമുണ്ട്, മറുപടി പറയുക തന്നെ വേണം എന്നുള്ള കൃത്യമായ ചരിത്രമാണ് വിശ്വാസികളെ ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ അവസ്ഥയിൽ മനുഷ്യരുടെ ദൗർബല്യമാണ്, മനുഷ്യരുടെ നിസ്സഹായതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, മനുഷ്യരെ നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയിക്കേണ്ടവരാണ്. മനുഷ്യരെ നിങ്ങളെല്ലാവരും നിരാശ്രയരാണ്. നിങ്ങളെല്ലാവരും അല്ലാഹുവിങ്കലേക്ക് തേടേണ്ടവരാണ് എന്നുള്ള വിനയത്തോടുകൂടിയുള്ള റബ്ബ് തആലയുടെ കൃത്യമായിട്ടുള്ള ആയത്തിന്റെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് വിശ്വാസിനികൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് കഴിവില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത നിസ്സഹായനായ മനുഷ്യന്റെ ചെയ്തികളാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിൽ കൂടി. റഹ്മാനായ റബ്ബ് ഇതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു തആല നാം ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നീ താങ്ങായി തണലായി ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാഹ്. നിന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് ഈമാൻ തെറ്റിപ്പോകുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. മരണം വരെയും നിന്റെ സഹായത്തിൽ ജീവിക്കുവാൻ റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് നിന്റെ കാവൽ തുണയായി നൽകണേ അല്ലാഹ്.